പാലക്കാട് അട്ടപ്പാടിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന. കോട്ടമല മുച്ചിക്കടവിലാണ് കാട്ടാന ഇറങ്ങിയത്. കോട്ടമല അനിലിന്റെ കൃഷി കാട്ടാന നശിപ്പിക്കുകയും ചെയ്തു. വിവരങ്ങളുമായി പാലക്കാട് നിന്നും അജിത് ബാബുവാണ് ചേരുന്നത്. അജിത്, ആളുകൾ താമസിക്കുന്ന മേഖലയാണോ ഇത്? നിലവിൽ എന്തെല്ലാം തരത്തിലുള്ള നാശനഷ്ടമാണ് കാട്ടാന ഉണ്ടാക്കിയിരിക്കുന്നത്? സ്വാതി, കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പ്രദേശത്ത് കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിരമായി ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ നാട്ടിലെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് ഇവർക്കുള്ളത്. ജനങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലം കൂടിയാണ്. മാത്രമല്ല, കൃഷി വ്യാപകമായി നശിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയും ഇത്തരത്തിലുള്ള ഈ പ്രദേശത്തെത്തി കൃഷി നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, നിരവധിയായിട്ടുള്ള കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് അവരുടെ കൃഷിത്തോട്ടങ്ങളിലൊക്കെ ഇവിടെ എത്തി ഈ പ്ലാവിൽ നിന്ന് ചക്ക പറിച്ച് കഴിക്കുകയും പ്ലാവുകൾ നശിപ്പിക്കുകയും അതുപോലെ തന്നെ കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഇവിടെ പറയുന്നത്. സമാനമായി ഇത്തവണ എത്തിയപ്പോഴും അനിൽ എന്ന് പറയുന്ന കോട്ടമല സ്വദേശിയായിട്ടുള്ള അനിലിന്റെ കൃഷി നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഈ പ്രദേശത്ത് നിന്ന് കാട്ടാന മാറിയിട്ടുണ്ട്. പക്ഷേ ഇവർ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് വീണ്ടും ഇതിങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. രാവിലെ 6 മണി മുതലോടുകൂടിയാണ് ഈ പ്രദേശത്ത് കാട്ടാന എത്തിയത്. അതിനുശേഷമാണ് ഇവിടെ നിന്ന് ഇപ്പോൾ താൽക്കാലികമായാണെങ്കിലും കാട്ടാന മാറിയിരിക്കുന്നത്. അജിത്, നിലവിൽ ഈ അട്ടപ്പാടിയിൽ പലതരത്തിൽ മുൻപും ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. അത്തരത്തിൽ കൃഷിനാശം അടക്കമുള്ള കാര്യങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ കാട്ടാനകൾ ഇറങ്ങുന്നതിനെ തുരത്താൻ ഏതെങ്കിലും തരത്തിലുള്ള മാർഗങ്ങൾ ഇപ്പോൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഈ പ്രദേശത്ത് ഇതൊരു പൊതുവായ പ്രശ്നമാണ്. നേരത്തെ തന്നെ പല ഘട്ടങ്ങളിലായി ഈ ഇത്തരത്തിലുള്ള പ്രതിസന്ധി ഘട്ടത്തിൽ നേരിടുന്നുണ്ട്. ആ ഘട്ടത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് ഈ സ്ഥലത്തെത്തുകയും ഇത്തരത്തിൽ ആനയെ പടക്കം പൊട്ടിച്ചും ഉൾപ്പെടെ വനത്തിലേക്ക് കയറ്റി വിടുകയും ചെയ്യുന്നത്. അത്തരത്തിൽ പക്ഷേ അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. പിന്നെയും ആന തിരിച്ച് ഈ പ്രദേശത്തേക്ക് തന്നെ വരികയാണ്. കാരണം ഇതിന് കാരണമായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ ആന ഇത്തരത്തിൽ വന്ന് ഈ ഭക്ഷണമൊക്കെ ഉൾപ്പെടെ കഴിച്ചു കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഈ ചക്ക ഉൾപ്പെടെ കഴിച്ചു കഴിയുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പിന്നെയും ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതാണിപ്പോൾ ഈ പ്രതിസന്ധിക്ക് കാരണം എന്നുള്ളതാണ്. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഓരോ ഘട്ടത്തിലും ഇത്തരത്തിൽ ആനയെ പടക്കം പൊട്ടിച്ച് ഉൾപ്പെടെ കാട്ടിലേക്ക് കയറ്റി വിടും. പക്ഷെ പിന്നെയും അത് തിരിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ പ്രതിസന്ധിയാണ് ഇപ്പോൾ അട്ടപ്പാടിയിൽ ഉൾപ്പെടെ നിലനിൽക്കുന്നത്. അതാണ് നിലവിൽ ഇവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും. നിരവധിയായിട്ടുള്ള അക്രമങ്ങൾ സ്വാതി സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അട്ടപ്പാടിയിൽ കാട്ടാന ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നിരുന്നു. ആ വലിയ തരത്തിൽ വേദന ഉണ്ടാക്കിക്കുന്ന വാർത്തകൾ ഉൾപ്പെടെ വന്നു. പ്രത്യേകിച്ച് ഒരാൾക്ക് ജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്. അത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന ഘട്ടമാണ് ഉള്ളത് എന്നത് നമുക്കറിയാം. പക്ഷെ ശരി അജിത്, പാലക്കാട് അട്ടപ്പാടിയിലാണ് ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന. കോട്ടമല മുച്ചിക്കടവിലാണ് കാട്ടാന ഇറങ്ങിയത്. അനിലിന്റെ കൃഷി നശിപ്പിക്കുകയും ചെയ്തു.